വീണ്ടും ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ് റാവുത്തർ, ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ മുക്കോണി ജംഗ്ഷൻ എന്നാണ്. അതായത് 3 റോഡുകൾ വന്ന് ചേരുന്ന സ്ഥലമാണ് ഈ മുക്കോണി ജംഗ്ഷൻ. കൊല്ലം ചെങ്കോട്ട റോഡിലുള്ള ഒരു ജംഗ്ഷനാണത്. അവിടെ എങ്ങനെയാണ് ഈ അപകടം നടന്നത് എന്നത് സംബന്ധിച്ച ഒരു വിശദീകരണം ഷഫീദ്. ദിലീപ് കുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന നേരത്തെ ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ മുക്കോണിമുക്ക് എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. അതാ ഈ കാണുന്ന റോഡ്, അത് ഈ പറയുന്ന അമ്പലപ്പുറം ഓടനാവട്ടം ഭാഗത്ത് നിന്ന് വരുന്നതാണ്. ഇത് കൊല്ലത്തേക്ക് പോകുന്ന, ഏഴുകോൺ ഭാഗത്തേക്ക് ഒക്കെ പോകുന്ന പ്രധാനപ്പെട്ട റോഡും ഈ ടിപ്പർ വന്നത് ഈ ഭാഗത്ത് നിന്ന്, അതായത് ഈ അമ്പലപ്പുറം ഓടനാവട്ടം പോകുന്ന ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ടിപ്പർ വരുന്നു. ടിപ്പർ വന്ന് ഇതുവഴി ഇവിടെ എത്തുമ്പോഴാണ് ഈ റോഡിൽ നിന്ന് ഒരു ബൈക്ക് യാത്രികൻ വരുന്നത്. അത് വെട്ടിച്ചു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഈ നാട്ടുകാരിൽ ചിലരടക്കം പറയുന്നത്. വളരെ കുറച്ചു പേർ മാത്രമേ ഈ സംഭവ സ്ഥലത്ത് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ടിപ്പർ വന്നത് ഇങ്ങനെ പോയിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ സ്ഥലത്താണ്, അതായത് ഈ ഭാഗത്താണ് ഈ അപകടം നടന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇവിടേക്ക് ഈ സാധാരണഗതിയിൽ ഈ കൊട്ടാരക്കര ഭാഗത്തേക്കൊക്കെ സ്കൂളുകളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന വിദ്യാർത്ഥികളടക്കം ഇരിക്കുന്ന സ്ഥലമാണ്. ഏതെങ്കിലും തരത്തിലൊരു പെർമനന്റ് ബസ് ഷെൽട്ടർ അല്ലെങ്കിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നമുക്ക് പറയാൻ കഴിയില്ല. സാധാരണ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന രീതിയിൽ ഈ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സ്ഥലമാണ്. തൊട്ടപ്പുറത്ത് കടയൊക്കെ ഉണ്ട്. ഇവിടെ അടക്കം ഇടിച്ച് ഈ ടിപ്പർ മറിയുകയായിരുന്നു. ഇപ്പോൾ ടിപ്പർ കിടക്കുന്നത് ഈ ഭാഗത്താണ്. നമുക്ക് അത് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ഭാഗത്താണ് ടിപ്പർ കിടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓടനാവട്ടം റോഡിൽ നിന്ന് ടിപ്പർ ഇങ്ങനെ വളഞ്ഞു വന്ന് കയറുന്ന സമയത്ത് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഇവരടക്കം ഇടിച്ച് മറിയുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരടക്കം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. ഏതായാലും അതിനുശേഷം ഈ ടിപ്പറിൽ ഉണ്ടായിരുന്ന മണ്ണടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ദേഹത്തേക്ക് മറിഞ്ഞതാണ് ഈ അപകടം ഇത്രയധികം വ്യാപ്തിയിലേക്ക് പോകാൻ കാരണമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഉടൻ തന്നെ നാട്ടുകാരടക്കം ആദ്യഘട്ട രക്ഷാപ്രവർത്തനം നടത്തി. പിന്നീട് ഫയർഫോഴ്സും അതേപോലെ കൊട്ടാരക്കര പോലീസ് അടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഈ രക്ഷാപ്രവർത്തനം ടിപ്പറിന്റെ മുൻഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അതായത് പൂർണ്ണമായും ഈ ടിപ്പർ മറിഞ്ഞതാണ് ഈ അപകടം ഈ രീതിയിൽ വ്യാപ്തി കൂടാനുള്ള കാരണം. മണ്ണടക്കം, ലോഡടക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് മറിയുമ്പോഴുള്ള ആഘാതം അത് കൂടും. മാത്രമല്ല ഇത് നേരെ ഇടിച്ചു കയറിയത് ഈ തൊട്ടപ്പുറത്തുള്ള ഒരു വോൾ, ആ വോളിലേക്കാണ്. അതും തകർന്നു വീണു. അതിന്റെ കരിങ്കലടക്കമുള്ള കാര്യങ്ങളും ഈ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി എന്ന് നമുക്കിവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും പൂർണ്ണാർത്ഥത്തിൽ ആ ടിപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കാലപ്പഴക്കമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് അല്പസമയം മുമ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ ടയറിന്റെ കണ്ടീഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണഗതിയിൽ ഈ ഫിറ്റ്നസുകൾ, പ്രത്യേകിച്ച് ലോഡ് കയറ്റി വരുന്ന ടിപ്പറുകളുടെയും അതേപോലെ മറ്റു ലോറികളുടെയും ഒക്കെ ഫിറ്റ്നസുകൾ അത് യഥാക്രമം പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇതിന്റെ ടയർ കണ്ടീഷൻ അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അതും പരിശോധിക്കപ്പെടണം. അങ്ങനെ മുഴുവൻ ഈ വാഹനത്തിന്റെ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്ന് നമുക്കത് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ സാധാരണ നമ്മൾ നൂല് കണ്ടു എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ ടയറിന്റെ സാഹചര്യമുണ്ട്. ആ രീതിയിൽ ചവിട്ടിയാൽ തന്നെ ഈ വേഗതയിലൊക്കെ വന്ന് ചവിട്ടിയാൽ തന്നെ ഇത് സ്കിഡ് ചെയ്ത് പോകും. പകരം അവിടെ നിൽക്കുന്ന കാര്യമില്ല. നമുക്കറിയാം ഈ ടിപ്പറുകൾ ലോഡ് കൂടി കയറി കഴിഞ്ഞാൽ അതിന്റെ കൺട്രോളിന്റെ കാര്യത്തിൽ ചില സംശയങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധനയും അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് അത് മന്ത്രി ബിന്ദു കൃഷ്ണ അടക്കമുള്ള ആളുകൾ നൽകിയിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇനി അന്വേഷണം നടത്തണം. നമ്മൾ ഈ സാധാരണഗതിയിൽ ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുന്നത്, നമ്മൾ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ അനധികൃത മണ്ണ് കടത്തടക്കമുള്ള കാര്യങ്ങളുണ്ടോ, അതല്ലെങ്കിൽ പാസ് അനുസരിച്ചിട്ടാണോ, ഈ ബസ്സിന് ഫിറ്റ്നസ് ഉണ്ടോ, നിയമപ്രകാരമാണോ അത് പ്രവർത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കാറുണ്ട്. ആ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിൽ ഈ അപകടത്തിൽ കൊട്ടാരക്കരയിൽ 3 പേരുടെ ജീവനെടുത്ത അപകടത്തിൽ പരിശോധന ഉണ്ടാകും, ശക്തമായ പരിശോധന ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ അമ്പലങ്കാല അടക്കമുള്ള സ്ഥലങ്ങൾ ഈ വലിയ കുന്നുകളുള്ള സ്ഥലങ്ങളാണ്. നിലവിൽ ഇപ്പോൾ നമുക്കിവിടെ വന്ന നമ്മളുടെ സുഹൃത്തായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിന് പാസ് ഉണ്ടായിരുന്നില്ല, ഈ മണ്ണുകടത്തിന് പാസ് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഈ സ്കൂൾ ടൈമിലൊക്കെ മണ്ണുകടത്ത് അത് പണ്ടേ അതിന്റെ അക്കാര്യത്തിലൊക്കെ നിയന്ത്രണങ്ങൾ ഉള്ളതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോ അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ എടുത്തെടുത്ത് ആവർത്തിച്ച് തീർച്ചയായും ആ കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ടവർ മോട്ടോർ വാഹന വകുപ്പും അതോടൊപ്പം പോലീസുമൊക്കെ അക്കാര്യത്തിൽ വിശദമായ പരിശോധനകൾ നടത്തട്ടെ. മന്ത്രിമാർ ഇപ്പോൾ ഈ അപകട സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ബിന്ദു കൃഷ്ണയും PC വിശ്വനാഥും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ ഞെട്ടിക്കുന്ന ദാരുണമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ പ്രഭാതത്തിൽ നമ്മെ തേടിയെത്തിയത്. കൊല്ലം കൊട്ടാരക്കരയ്ക്ക് സമീപം നീലേശ്വരത്തെ മുക്കോണിമുക്കിൽ ഉണ്ടായ വാഹനാപകടത്തിൽ അവിടെ ഒരു അമിത വേഗതയിൽ പാഞ്ഞെത്തിയ ടിപ്പർ ലോറി അത് ബസ് കാത്തു നിന്ന സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ മുകളിലേക്ക് ആ ലോറി പാഞ്ഞു കയറുകയും ലോറിയിലുണ്ടായിരുന്ന ലോഡ് മണ്ണ് അടക്കമുള്ള താഴെ അവരുടെ പുറത്തേക്ക്, അവിടെ ബസ് കാത്തു നിന്നവരുടെ പുറത്തേക്ക് വീഴുകയും ചെയ്ത് 3 പേർ മരണമടഞ്ഞു എന്ന വളരെ സങ്കടകരമായ വാർത്തയാണ് ഇന്ന് രാവിലെ നമ്മെ തേടി എത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.